ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് സങ്കീർത്തനം 122. ഞാൻ സങ്കീർത്തനം 121 ചിന്തിച്ചു. ഞാൻ രാവിലെ പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്തു. 122. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. 122-ന്റെ 1. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. സ്തോത്രം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സ്തോത്രം. ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനകൾക്ക് ക്ഷണിക്കുമ്പോൾ, കൺവെൻഷനുകൾക്ക് ക്ഷണിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സന്തോഷത്തോടെ പോകുന്നവൻ ഇരട്ടി സന്തോഷത്തോടെ മടങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്ററെ തൃപ്തിപ്പെടുത്താനോ, സഭയിൽ നിന്ന് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്ററുടെ മുഖം വാടുമെന്നോ, അല്ലെങ്കിൽ വിശ്വാസികളിൽ ചിലർ ചോദിക്കുമെന്നോ എന്ന് ചിന്തിച്ചിട്ട് ആരാധനയ്ക്ക് വരുന്നത് ഭൂഷണമല്ല. ഹല്ലേലൂയ, സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഇന്ന് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ ജ്വലിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ആലയത്തിലേക്ക് വന്ന്, ആലയത്തിൽ നിന്നുള്ള നന്മ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വന്ന് എന്നുള്ള നിറഞ്ഞ സന്തോഷത്തോട് വേണം ദൈവാലയത്തിലേക്ക് കടന്നു വരാൻ. ഹല്ലേലൂയ. ദൈവാലയത്തിൽ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, നാം നമ്മുടെ കുറവുകൾ നികത്തി, കുറവുകൾ ക്ഷമിച്ച്, കർത്താവേ, ഞാൻ ഒരാൾ കാരണം ഇന്ന് ദൈവസാന്നിധ്യം വെളിപ്പെടാൻ ഇടവരുന്നത്, അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിന്റെ ഒരു മറവ് വരുന്നത്, ദൈവകൃപയ്ക്ക് മങ്ങൽ വരുന്നത്, വചനത്തിന്റെ വിടുതലിന് ഒരു മറവ് വരരുത് എന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിച്ചിട്ട് വേണം ആലയത്തിന്റെ പടികൾ ചവിട്ടാൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നാം സ്വയം ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ വിഷയങ്ങൾ സമർപ്പിച്ച് ആലയത്തിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നല്ല ഗാനങ്ങളിലൂടെയോ സങ്കീർത്തന ഭാഗങ്ങളിലൂടെയോ ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന വചനങ്ങളിലൂടെയൊക്കെ നാം വിടുതൽ പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകും എന്നതിൽ യാതൊരു സംശയവും. ഹല്ലേലൂയ, സ്തോത്രം. മടി കൊണ്ട് വരാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ. ഇരുമനസ്സോടെ വരാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ. ദൈവനാമത്തിന് മടി കൊണ്ടോ അല്ലെങ്കിൽ ഇരുമനസ്സോടെ ഒന്നും ദൈവനാമത്തിന് കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുപോലെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ദൈവം തന്നെ പറഞ്ഞ് എപ്പോഴും സന്തോഷിക്കും. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. നാം മറ്റു കാര്യങ്ങളിലല്ല, ഹല്ലേലൂയ, മറ്റു ലഹരികളിലൊന്നുമല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആലയത്തിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് നാം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ ഇന്ന് ആലയത്തിൽ പോകാം, ഇന്ന് ദൈവത്തെ ആരാധിക്കാം, ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇത്തരമൊരു സന്തോഷം പ്രാപിക്കുന്ന, ഇത്തരമൊരു സന്തോഷത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, പ്രതീക്ഷ വയ്ക്കുന്ന വ്യക്തിയെ ദൈവം നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞേക്ക് തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 7-ാമത്തെ വാക്യം. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ആലയത്തിൽ സമാധാനം പരിലസിക്കും ഇടവരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലെ ന്യൂനതകൾ ഉരുകി, ഹൃദയങ്ങളിലെ വ്യസനതകൾ മാറി, ഹൃദയത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവിധമായ അസ്വസ്ഥതകളും മാറുവാൻ ദൈവം. അപ്പൊ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം നമുക്ക് കൈവരുവാൻ ദൈവവചനം സഹായിക്കും. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ നിന്നല്ലാതെ ശാശ്വതമായ ഒരു സമാധാനം നമുക്ക് ലഭ്യമല്ല. ഹല്ലേലൂയ, ഒരിക്കലും കർത്താവിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ എത്ര ഹല്ലേലൂയ, സ്തോത്രം, സമാധാനത്തിന് വേണ്ടി നാം കാംക്ഷിച്ചാലും, എത്ര സമാധാനം വേണ്ടി ആഗ്രഹിച്ചാലും ദൈവം തരുന്ന സമാധാനത്തിനൊത്തവണ്ണം ഹല്ലേലൂയ,
അതിനെ തുലനം ചെയ്യുവാൻ, അതിനെ താരതമ്യം ചെയ്യാൻ മറ്റൊരു വ്യക്തിയുടെ സമാധാനം അവർക്ക് കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സമാധാനിപ്പിച്ചാൽ ആ സമാധാനം നിലനിൽക്കുകയും അത് ജീവിതത്തിന്റെ ഉടനീളം ഹല്ലേലൂയാസ്തോത്രം ആ സമാധാനം ഒരു പരിമളം പോലെ ഹല്ലേലൂയാസ്തോത്രം വലിയ മനോഹരമായ ആ ഭൂമിന്റെ സുഗന്ധം പോലെ ഹല്ലേലൂയാസ്തോത്രം ജീവിതത്തിന്റെ അഭിമാനം പരിരക്ഷിക്കാൻ ഇട്ടവരും. ഹല്ലേലൂയാസ്തോത്രം. അതാ പറയുന്നത്, നിന്റെ പുസ്തകങ്ങളിൽ ഹല്ലേലൂയാസ്തോത്രം സമാധാനവും സൗകര്യവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയാസ്തോത്രം. ആലയത്തിലുള്ള സമാധാനവും സന്തോഷവും പ്രാപിച്ചാണ് നാം ഭവനങ്ങളിൽ എത്തുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഭവനങ്ങളിലും സമാധാനം കടന്നു വരും. ഹല്ലേലൂയാസ്തോത്രം. ഭാര്യ ഭർത്താക്കൾ തമ്മിലോ അല്ലെങ്കിൽ സഹോദര സഹോദരികൾ തമ്മിലോ മാതാപിതാക്കൾ തമ്മിലോ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാൻ ഇടപെടുകയാണെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി പറയും ഹല്ലേലൂയാസ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്ന വീടായതിനാൽ സമാധാനം വരട്ടെ. ഹല്ലേലൂയാസ്തോത്രം. നമ്മുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ഹല്ലേലൂയാസ്തോത്രം. ബൈബിൾ തന്നെ വ്യക്തമായി പറയുന്നു, സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, പരോപകാരം, ഇന്ദ്രിയജയം എന്നീ ഗുണഗണങ്ങൾ കർത്താവിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അത് മനുഷ്യനിൽ നിന്ന് ലഭ്യമാകുന്നതല്ല. ഹല്ലേലൂയാസ്തോത്രം. സമാധാനം എത്ര ആഗ്രഹിച്ചാലും ഹല്ലേലൂയാസ്തോത്രം ഒരു വ്യക്തിയിൽ നിന്ന് സമാധാനം കിട്ടത്തില്ല. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ ഓരോ വ്യക്തികളും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭാവി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഹല്ലേലൂയ എൻ്റെ കല്യാണം ഇങ്ങനെ ആയിപ്പോയല്ലോ. 65 വയസ്സായ ആൾക്കാരും ഇപ്പോഴും പറയുന്നു ഹല്ലേലൂയ ഞാൻ നിങ്ങളല്ല കെട്ടേണ്ടത്, അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തിയാണ് കെട്ടേണ്ടിരുന്നത്. ഹല്ലേലൂയാസ്തോത്രം. നിങ്ങളെയല്ല ഹല്ലേലൂയാസ് എനിക്കായി ദൈവം കരുതി വെച്ചത് വേറെ. ഇതൊക്കെ വെറും പാഴ്വാക്കുകളാണ്, ധാരണകളാണ്. അല്ല ദേവദാസനായ എന്താ പറയുക സാധാരണ പാസ്റ്റർക്ക് നിർമ്മല എന്ന് പറയുന്ന ആന്റിയെ ദൈവം മുന്നമേ കണ്ടാണ് ഇത്രയും സ്നേഹത്തോട്. അവരുടെ സ്നേഹം കണ്ട് നമുക്ക് അസൂയ തോന്നുവാനുള്ള സ്നേഹവും വല്ലാണ്. ഭർത്താവും ഭാര്യ ഒരുമിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കും പാസ്റ്റർ നമ്മളോടൊപ്പം കഞ്ഞി കുടിക്കാത്തത്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഇവർ രണ്ടും പോയി ഒരുമിച്ച് കഞ്ഞി കുടിക്കുന്നതാണ്. എന്തൊരു സ്നേഹം! ഭക്ഷണത്തിൽ പോലും ഇത്രയും ഒരുമയുള്ള ദമ്പതികളെ നമുക്ക് കണ്ടുകിട്ടാൻ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നമുക്ക് അസൂയ തോന്നും അവരുടെ ആ സ്നേഹവും. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മളോടൊന്ന് വിരിയുന്നത് പലപ്പോഴും പല ദൈവദാസന്മാർ വരുമ്പോൾ മാത്രമേ പാസ്റ്റർ മനസ്സോടെ വന്ന് കഞ്ഞി കുടിക്കുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഭാര്യയും ഒത്തിരുന്നാണ് കഞ്ഞി കുടിക്കുന്നത്. ഹല്ലേലൂയാസ്. അത്തരത്തിലൊരു സ്നേഹവും അല്ലെങ്കിൽ കരുണയും ഹല്ലേലൂയാസ് ദൈവം അവർക്ക് നൽകിയതോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാസ് സ്തോത്രം. അപ്പോൾ ഈ സമാധാനം ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയാസ്. നിന്റെ പുസ്തകങ്ങളിൽ സമാധാനമുണ്ട്, ആലയത്തിൽ സമാധാനമുണ്ട്, ആലയത്തിൽ സൗര്യമുണ്ട്. ഹല്ലേലൂയാസ്. ആലയത്തിൽ നന്മയുണ്ട്. ഹല്ലേലൂയ. ആലയത്തിൽ വിടുതലുണ്ട്. ഹല്ലേലൂയാസ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന നന്മകൾ പ്രാപിക്കുവാൻ ആലയത്തിൽ നിന്ന് ലഭ്യമാകുന്ന വചനങ്ങളുടെ സാധ്യമാകും. ഹല്ലേലൂയാസ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആലയത്തിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളുടെ സാധ്യമാകും. ഹല്ലേലൂയാസ്. ആലയത്തിൽ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ, ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയാസ് ഒരാഴ്ചക്കല്ല, ചിലപ്പോൾ ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കുള്ള അല്ല, ഹല്ലേലൂയ ജീവിതകാലം മുഴുവനുമുള്ള ഒരു വിടുതലിന്റെ ചില വാക്യങ്ങൾ നമുക്ക് ദൈവം നന്മയായി നൽകും. ഹല്ലേലൂയ. അത്രത്തോളം ഹല്ലേലൂയാസ് ആലയത്തിൽ വളരെ ഗൗരവമായിട്ടും സന്തോഷമായിട്ടും ഹല്ലേലൂയ നാം കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയാസ്. ആലയത്തിൽ നിന്നുള്ള നന്മ പ്രാപിക്കുന്നത് ഒരു ഭയങ്കര വിടുതലാണ്. ഹല്ലേലൂയാസ്. സർവശക്തനായ ദൈവത്തിന്റെ വചനം നാം ഹൃദയത്തിൽ സ്വീകരിച്ച് അതിൽ ആനന്ദിച്ച് ഹല്ലേലൂയാസ് ആലയത്തിൽ നിന്ന് നാം കടന്നു വരുന്നതിന്റെ ഇരട്ടി സന്തോഷത്തോടെ ഹല്ലേലൂയ നിർവൃത്തിയോടെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അതെങ്ങനെയാണ്? ആലയത്തിന്റെ സമാധാനം കൊണ്ടാണ് നാം കടന്നു പോകുന്നത്. പിശാചിന് അവിടെ എന്താ പറയാ അതിന് അവകാശമില്ല. പിശാച് അവിടെ ഹല്ലേലൂയാസ് അധിപതിയായിരിക്കത്തില്ല. കാരണം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ കരുണയും ഹല്ലേലൂയ ദൈവ സാന്നിധ്യവും അതിനുപരി ദൂതന്മാരുടെ സാന്നിധ്യവും നിറഞ്ഞ ആലയത്തിൽ നിന്നാണ് നാം മടങ്ങിപ്പോകുന്നതെങ്കിൽ ഈ ആലയത്തിൽ നിന്ന് പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ഭവനങ്ങളിൽ അവർ കാൽ കുത്തുമ്പോൾ തന്നെ സമാധാനത്തിന്റെ അന്തരീക്ഷം കടന്നു വരും. ഹല്ലേലൂയാ. സ്തോത്രം. നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ ചെയ്യുന്ന ആഭിചാരങ്ങളെ തകർക്കുവാൻ ഈ ആരാധനയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയാ സ്തോത്രം അത്തരം അന്ധകാര ശക്തികൾ പിന്മാറിപ്പോകും. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഹല്ലേലൂയ അന്ധകാരങ്ങൾ മാറിപ്പോകും. ഇതെങ്ങനെ സംഭവിക്കുന്നു? ആലയത്തിൽ നിന്നുള്ള അഭിഷേകവുമായി, ആലയത്തിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകവുമായി ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന വചനത്തിന്റെ തീവ്രത നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തങ്ങൾ സ്വീകരിച്ച് അതിന്റെ സന്തോഷത്തിലും അതിന്റെ നിർവൃതിയിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയാ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയാ സന്തോഷവും സമാധാനവും കളിയാടും. അവ നിലനിൽക്കുന്ന ഒരു ഹല്ലേലൂയാ വിടുതലായി ഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ സ്തോത്രം. അവസാനത്തെ വാക്യം വായിക്കാം.
നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഒന്നുകൂടെ. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ആലയം നിമിത്തം, സ്തോത്രം. ആലയം നിമിത്തം. അടുത്ത വാക്ക്, ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നേരത്തെ പരാമർശിച്ചതുപോലെ ആലയത്തിൽ നിന്നൊരു നന്മയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത നന്മയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും അത് നമുക്ക് അയ്യോ, നമുക്ക് ഈ നന്മ എവിടെ നിന്ന് വന്നു? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ വിടുതൽ എവിടെ നിന്ന് വന്നു? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ വിടുതൽ, ഈ സന്തോഷം എവിടെ നിന്ന് വന്നു എന്ന് നാം ചിന്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും അറിയാതെ നാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവത്തിന്റെ നന്മ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തളരപ്പെട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കണം, ദൈവദാസന്മാർ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന 5-10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ ജസ്റ്റ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം പോയാൽ 1 മണിക്കൂർ. അതിനപ്പുറം ആരും പ്രാർത്ഥിക്കാറ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു ദൈവദാസനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കരയുവാനൊരു ദൈവദാസനുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ അവർ ഉറങ്ങാറ്. കാരണം അവരുടെ ഡ്യൂട്ടി അതാണ്. ഹല്ലേലൂയ. നമ്മൾ പലതരം ഓട്ടോ ഓടിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റു ജോലികൾ ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേ അവരുടേതായ ബിസിനസ്, ഞാൻ എൻ്റെതായ ജോലികൾ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്നാൽ പാസ്റ്ററുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥിക്കുക, തൻ്റെ വിശ്വാസികളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവവുമായിട്ട് നമുക്കുള്ള ബന്ധത്തെക്കാൾ ആഴമേറിയ ബന്ധവും ആഴമേറിയ ഹല്ലേലൂയാസ്തോത്രം ഒരു അടുപ്പവും അവർക്കുണ്ട്. നമ്മളെക്കാൾ വേഗത്തിലൊരു കണക്ഷൻ അവർക്കുണ്ട്. ഹല്ലേലൂയാസ്തോത്രം. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ചില വ്യക്തി എടുക്കണമെന്നില്ല. ഹല്ലേലൂയാസ്തോത്രം. അതുപോലെ എന്നാൽ ദേവദാസൻ ഹല്ലേലൂയാസ്തോത്രം, ദേവദാസൻ ഫോൺ ഹല്ലേലൂയാസ്തോത്രം എടുക്കുന്നത് അതുപോലെ ഹല്ലേലൂയാസ്തോത്രം പെട്ടെന്ന് ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതാണ് ദൈവദാസൻ. അങ്ങനെ ദൈവദാസൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുന്നത്, മോളിങ്ങനെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം പറയും, പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഹല്ലേലൂയ, സ്തോത്രം പാസ്റ്റർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ പറയാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഓരോ വിഷയങ്ങളുടെ വിടുതലിനായി അല്ലെങ്കിൽ വിഷയങ്ങളുമായി നാം ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന, പിന്നിൽ നിന്നൊരു പ്രാർത്ഥന ഒരു ശക്തിയാണ്. ആ പിന്നിൽ നിന്നൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സാത്താന്റെ പ്രവൃത്തികൾ നടക്കപ്പെടുന്ന ഈ ലോകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു പിൻപ്രാർത്ഥന, പിന്നിൽ നിന്നുള്ള ഒരു ശക്തി, പിന്നിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. പാപപങ്കിലമായ ലോകം, ശാപത്താൽ അലങ്കരിക്കപ്പെട്ട ലോകം, അല്ലെങ്കിൽ പൈശാചിക ഇറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടം, ഇത്തരമുള്ള അവസ്ഥകളിൽ ഏതൊരു വ്യക്തിയും തകരപ്പെടാനുള്ളവരുണ്ട്. അത്തരമൊരു തകർച്ചയിൽ നിന്ന് നമ്മെ ദൈവം വിടുവിക്കുന്നത് ഒരുപക്ഷെ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ അകമഴിഞ്ഞ പ്രാർത്ഥന കൊണ്ടാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, നമ്മളിലൂടെ നമുക്ക് വേണ്ടി പ്രവചനം പറഞ്ഞവരെയൊക്കെ നാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതിന് അനിവാര്യത ഇവിടെ വ്യക്തമാകുന്നു. അപ്പോൾ ആലയത്തിൽ നിന്നുള്ള നന്മ എങ്ങനെ പ്രാപിക്കും? ഹല്ലേലൂയ, ദൈവദാസൻ ഹല്ലേലൂയ കണ്ണുനീരിലൂടെ ഹല്ലേലൂയ ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥി, കർത്താവേ ഈ വ്യക്തിക്ക് വേണ്ടി ദൈവം വഴി തുറക്കണമേ, ഈ വ്യക്തിയുടെ അസുഖങ്ങൾ മാറ്റണമേ. ഹല്ലേലൂയ, ഗോപാലകൃഷ്ണൻ അവിടെ അദ്ദേഹം ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം തീവ്രമായിട്ട് ദൈവസഭയും ദൈവദാസനും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആയുസ്സോടെ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബന്ധം ദൈവവുമായിട്ട് ഹൃദയംഗമായൊരു ബന്ധം ദേവദാസൻ ഉണ്ടാകണം. ദേവദാസൻ ഉണ്ട്. അല്ല, അത്തരത്തിൽ ദേവദാസന്മാരുടെ കണ്ണുനീരുള്ള പ്രാർത്ഥന ഹല്ലേലൂയ, സ്തോത്രം, വലിയ വിടുതലാണ്. നമുക്കൊക്കെ അത് വലിയ വിടുതലായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദാസന്മാർക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യവും ദേവദാസന്മാർക്ക് കൊടുക്കേണ്ടുന്ന മഹിമയും ദേവദാസന്മാർക്ക് കൊടുക്കേണ്ടുന്ന അങ്ങേയറ്റത്തെ ബഹുമാനവും നാം കൊടുക്കുവാൻ ബാധ്യസ്ഥയുള്ളവരും. ദേവദാസന്മാരെ കുറിച്ച് പലപ്പോഴും പല ദേവദാസന്മാരെ കുറിച്ച് പലരും കുറ്റം പറയുന്നുണ്ട്. ഞാനും ഹല്ലേലൂയ പലപ്പോഴും എനിക്ക് എന്തെങ്കിലും അവരെ കുറിച്ച് വിഷമം ചിലപ്പോൾ വന്നിട്ട് ഞാൻ ഉടനെ ദൈവത്തോടാകും, കർത്താവേ, കാരണം ദേവദാസന്മാരെ കുറ്റം വിധിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കും അല്ലെ ദേവദാസന്മാരെ കുറ്റം പറയുവാനോ അവരുടെ കുറ്റങ്ങളെ എടുത്ത് കണക്ക് ചോദിക്കാനോ ആവശ്യം. പണ്ട് ഇന്നോ ജോർജ് എന്നൊരു പാസ്റ്റർ ഹല്ലേലൂയ സ്തോത്രം പണ്ട് പറയും, ഇയാളെ ശുശ്രൂഷ, ഇയാളെ ഇവിടെ ഗൾഫിൽ പോയി, അവിടെ പോയി, ഇല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ എന്ന് പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് അപ്രോച്ചുകൾ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വളരെയധികം വളരെ ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം 40 ദിവസം ഉപവാസം ഇരുന്നു. 40 ദിവസം ഉപവാസം ഇരുന്ന് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സടകുടഞ്ഞ സിംഹത്തെ പോലെ ഹല്ലേലൂയ സ്തോത്രം കടന്നു വരും. ഒരിക്കൽ ദുബായിൽ പോയ സമയത്ത് സ്തോത്രം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ ശുശ്രൂഷ കൊണ്ടിരിക്കുകയാണ്. ലഭ്യമായ ആ സ്റ്റേജിൽ ശുശ്രൂഷ കൊണ്ടിരുന്ന സമയത്ത്
ഞാൻ സിനിമാ ബന്ധമായ കുറേ ആൾക്കാരോട് പ്രാർത്ഥിക്കാറുണ്ട്, സിനിമാക്കാരോട് ഞാൻ പരിചയപ്പെടാറുണ്ട്, അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും വിമർശനം. അപ്പം ഞാൻ കുറച്ച് പേര് എൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ഹല്ലേലൂയാസ് അവർക്ക് വേണ്ടി നിലയിൽ തേച്ചപ്പോൾ അവരൊക്കെ ഒന്ന് വീഴാനായിട്ട് ഹല്ലേലൂയാസ് ചിലർക്ക് ദൈവത്തിൻ്റെ കരത്താൽ ദൈവത്തിൻ്റെ സ്പർശനത്താൽ ആത്മാവിൻ്റെ നിറവിനാൽ വീഴാൻ തുടങ്ങി. ചിലരൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയാസ് അവർക്ക് വൈശാഖ്യ ബന്ധനം ഇളകാൻ തുടങ്ങി. എന്തായാലും ദുബായിൽ ദൈവം ഒരു വല്ലാത്ത കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിൽ പോലും എനിക്ക് ആകപ്പാടെ 10-15 മിനിറ്റ് സങ്കീർത്തനം എഴുതുന്നത്. എന്നാൽ അതിനുശേഷം പ്രാർത്ഥിക്കാനായിട്ട് ആ സങ്കീർത്തനത്തിലൂടെ ദൈവിക ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പരിരസിക്കാൻ ഇടവന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം വ്യക്തമായ ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരാള് അങ്ങനെ ആലയത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്നോട് മുഖാമുഖം ചോദിച്ചു, ബ്രദറെ നിങ്ങൾ ഈ സിനിമാ ലോകത്തുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുന്നുണ്ട്, നിങ്ങൾ അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ശരിയായ പ്രവണതയാണ്. നിങ്ങൾ ശരിക്കും ഒരു ദൈവദാസന്മാർ. പിന്നെ നിങ്ങളൊന്ന് ഹിപ്നോട്ടിസം പോലെ, പിന്നെ ഇത് നിങ്ങൾ കൈവച്ചുകൊണ്ടല്ല അവരിങ്ങനെ വീണത്. ഞങ്ങളെപ്പോലത്തെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചതിൻ്റെ ആ ശക്തി അവർ അംഗീകരിച്ചു. ശരിയായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം സംഭവിച്ചത്. നിങ്ങളുടെ ശക്തമേറിയ പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് അവരെ തൊട്ട് അവർക്ക് വേണ്ടത് ഞാനത് സമ്മതിച്ചു കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളാണെന്ന് അങ്ങനെ ഇതാണെന്ന് ഒരു കാര്യം ഞാനിങ്ങനെ നിങ്ങളോട് എനിക്ക് മോക്ഷാത്മാവ് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം ആളമറ്റി നിങ്ങളോട് ഭയങ്കരമായ അഭിഷേകത്തിന്റെ ലെവലാണ്, എന്നെ ഒന്നൊന്ന് കൈവയ്ക്കും, ഞാൻ മറന്നു വിടുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്താ പറയാ ഒരു വിമർശനാത്മകമായി ഞാൻ പറഞ്ഞാൽ ഇതൊരു വിമർശിക്കുവാൻ വേണ്ടിയിട്ടല്ല, പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ. അത് ആലയത്തിൽ ദൈവത്തിന്റെ ആദ്യം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഭിഷേകം വ്യാപിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പം ഇല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ തൊട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ തൊട്ടപ്പോൾ അതൊരു മരണക്കിടയിൽ കിടന്ന വ്യക്തി സൗഖ്യപ്പെട്ടു. എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. സാധാരണ മദ്യപാനികൾ ഹല്ലേലൂയാസ് പറയുന്നത് പോലെ ഈ വ്യക്തി ഒരു പ്രത്യേക തരത്തിൽ ദൈവത്തെ മാത്രമല്ല എന്നെ മാത്രമല്ല മൊത്തത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ദിവദാസനെ അങ്കിളെ ഒന്ന് കണ്ണടച്ചിട്ടാതെ കർത്താവ് എന്റെ കുറവുകൾ ക്ഷമിക്കണം, വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കാര്യത്തിൽ എൻ്റെ കുറവുകൾ ക്ഷമിക്കണേക്കാണ്. ഞാൻ കർത്താവേ ഈ മനുഷ്യനിലേക്ക് ദൈവസാന്നിധ്യം വരണം, ഇദ്ദേഹത്തിന്റെ കുറവ് ക്ഷമിക്കും, ഇദ്ദേഹത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ ന്യൂനത ഉണ്ടേ ദൈവം വരിക എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ തൊട്ടതുമില്ല. സ്തോത്രം. കൈ ഉയർത്തിയത് വാഴ വെട്ടി തുറന്നാണ് നടക്കുന്നത്. സ്തോത്രം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇത് പറയാൻ കാര്യം പെട്ടെന്ന് പ്രവചനം തുച്ഛീകരിക്കും. ആത്മാവിനെ കിടന്ന് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസനെയോ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് പരിരസിക്കുന്ന വ്യക്തിയോ കുറ്റപ്പെടുത്തുക. ഈ ആലയത്തിനുള്ളിൽ വ്യാപരിക്കുന്ന നെഗറ്റീവ് സ്പിരിറ്റിനെ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം എന്ന അധികാരം അഭിഷേകിച്ച് ഈ ആലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന നെഗറ്റീവ് സ്പിരിറ്റിനെ അന്ധകാര ശക്തിയെ പിതാവ് ഞങ്ങളുടെ പുത്രൻ അധികാരത്തെ സഭയെ വിഘടിപ്പിച്ച് ഈ സഭയിൽ നിന്നുള്ള ജനങ്ങളെ ഒന്ന് മാറ്റി അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യാപിക്കുന്ന അന്ധകാര ശക്തി ആ ക്ഷേത്ര ശക്തി കൊണ്ട് ദൈവം തന്ന അധികാരത്തിൽ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ആലയത്തിൽ എടുക്കുക, ആലയത്തിൽ നന്മ പ്രാപിച്ച്, ആലയത്തിൽ വിടുതൽ പ്രാപിച്ച്, ആലയത്തിൽ സന്തോഷം കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അടിപൊളി തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയോട് അല്ലെങ്കിൽ ദൈവം തന്ന അധികാരം സ്തോത്രം സ്തോത്രം. അവസാന വാക്യം കൂടെ വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ ആരുടെ നന്മ അന്വേഷിക്കും. ദൈവത്തിന്റെ നന്മ, ദൈവത്തിന്റെ പക്കൽ അനേകം നന്മകളും ജാതികളുടെ സമ്പത്തും സമുദ്രത്തിലെ ധനവും മറവിടങ്ങളിലിരിക്കുന്ന കുപ്തനിധികളും ഇരുട്ടിലെ നിക്ഷേപങ്ങളും ദൈവത്തിന്റെ കയ്യിലുണ്ട്. ദൈവമക്കൾക്ക് അവകാശമുള്ള ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. നീ ദൈവഹിത പ്രകാരം പ്രാർത്ഥിച്ചാൽ, ദൈവഹിത പ്രകാരം ദൈവത്തോട് യാചിച്ചാൽ, ദൈവഹിത പ്രകാരമാണോ നിന്റെ യാചനയും പ്രാർത്ഥനയും, നിശ്ചയമായിട്ടും ആ നന്മകൾ നീ പ്രാപിച്ച് നിത്യതയിലെത്തും. ഹല്ലേലൂയാ. നിനക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കും, വാഗ്ദത്തങ്ങളുടെ മൂടി തുറക്കും. വാഗ്ദത്തങ്ങളുടെ മൂടി തുറക്കുവാൻ, പിശാച് അടച്ചു വെച്ച വാഗ്ദത്തങ്ങളുടെ മൂടി തുറക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. യേശുവിന്റെ വചനത്തിന് മാത്രമേ കഴിയൂ. മരണം മാറ്റാൻ എന്റെ യേശു
തന്ത്രങ്ങളെയല്ല, ആലയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന അഭിഷേകവും ആലയത്തിൽ നിന്ന് പോകുന്ന ഹല്ലേലൂയ വചനത്തിന്റെ ശക്തിയാലും ഹല്ലേലൂയ അവ മാറി വരും. ഹല്ലേലൂയ. അപ്പോൾ ആലയത്തിൽ നന്മകളുണ്ട്. ഹല്ലേലൂയ. ആലയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന നന്മകൾ ഹല്ലേലൂയ നാം പ്രാപിച്ച് റമണയുടെ ശന്തോ ഹല്ലേലൂയ ഓരോ വ്യക്തികൾക്കും ദൈവം നന്മകളുടെ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മൂടി തുറന്നു കൊടുത്ത് അവരെ നിത്യനിലെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സങ്കീർത്തനം ഞാൻ വളരെയധികം തീവ്രമായി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിൽ കിടന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരുന്നത് വളരെ തീവ്രമായിട്ട് ഞാൻ ചിന്തിച്ചു ഇവിടെ വന്നിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയി. ദൈവം സങ്കീർത്തനം മാറിപ്പോയല്ലോ. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നയിച്ച നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നാം എല്ലാം ആലയത്തിൽ നന്മ പ്രാപിച്ച് ഉത്സാഹമുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാനിത് ഇന്ന് ചിന്തിച്ച പെട്ട ദൈവനാമത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു ഗ്ലോറിയ ഡിയോ 2021 ക്രിസ്ത്യൻ സംഗീത പരിപാടി നടത്തുന്നു. സ്തോത്രം. അപ്പോൾ അത് പിന്നെ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററാണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് 1-2 പിന്നെ സെലിബ്രിറ്റീസുകളുടെ സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർക്ക്. അപ്പോൾ വേറൊരാൾക്ക് ഞാൻ പറഞ്ഞു 2000 രൂപ കൊടുത്താൽ മാത്രമേ ഒരു ചെറിയ വാക്കുകൾ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാസ്റ്റർ അയക്കുന്നു, പാസ്റ്റർ കൊടുക്കാം. അപ്പോൾ എങ്ങനെ 2000 രൂപ കൊടുത്താൽ മാത്രമേ അതൊരു സ്റ്റേറ്റ്മെന്റ് അയച്ചു. സിനിമ അല്ലെങ്കിൽ ചലച്ചിത്ര ഗായക മേഖലയിലുള്ള സ്തോത്രം ബൈബിൾ ഓറിയന്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചുപേരോട് പറഞ്ഞു, ചിലർ ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന പാട്ടുകാരികൾ അവരോട് ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു തലേ ദിവസം പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഒരു 11 മണിയോടനുബന്ധിച്ച് അവർ എനിക്ക് ആ മെസ്സേജ് അയച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും വേണ്ട, പിന്നെ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അയച്ചു തരാം. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷം. ഞാൻ അത്ഭുതപ്പെട്ടു. അല്ലെങ്കിൽ എന്താ ആ 2000 അവർ കൊടുത്തില്ലെങ്കിൽ സാധ്യമില്ല. അല്ലെങ്കിൽ അത്ഭുതം അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ അയച്ചു തന്നു. അല്ലെങ്കിൽ എങ്കിലും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന അത് വേറെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു നാം ആഗ്രഹിക്കുന്ന അപ്പുറം അപ്പോൾ ദൈവകരങ്ങൾ കർത്താവെ ഇവരിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ ആ പ്രോഗ്രാമിൽ വലിയ വിജയമാണ്. അപ്പോൾ അല്ലെങ്കിൽ ദൈവം ഭയങ്കര അത്ഭുതകരമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പോയി ഷൂട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ പോയി അത് എടുക്കാതെ തന്നെ അവരിങ്ങനെ അയച്ചു. അല്ലെങ്കിൽ ആ സ്തോത്രം. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞപ്പോൾ ബ്രദറെ നിങ്ങൾ പറഞ്ഞ പൈസ ഞാനത് അയച്ചു തരാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുതം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നതിനും അപ്പുറം നന്മകൾ തരാൻ, അനുഗ്രഹങ്ങൾ തരാൻ, വാഗ്ദത്തം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആലയത്തിൽ നിന്നുള്ള നന്മ പ്രാപിച്ച്, ആലയത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച്, ആലയത്തിൽ സന്തോഷിച്ച് ഹല്ലേലൂയ നമ്മുടെ ഭവനങ്ങളിലും ആ സന്തോഷം ഹല്ലേലൂയ നിരക്കി മാറും. അല്ലെങ്കിൽ ആ സന്തോഷം കൊണ്ട് ഹല്ലേലൂയ ഉല്ലസിക്കുമാർ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും, ദൈവ സാന്നിധ്യത്തിന് കഴിയും, പരിശുദ്ധാത്മാവിന് നിറവിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗത്തു നിന്നും ശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ അത്രത്തോളം ഹല്ലേലൂയ ഈ സങ്കീർത്തനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുവാൻ നൽകിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ദേവദാസനും ദൈവസഭയ്ക്കുമൊക്കെ നന്ദി അറിയിക്കുന്നു. എനിക്ക് പ്രതീക്ഷിതമായിട്ട് തന്നെ ചർച്ച പോകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക, ദൈവം അവിടെയും വലിയ വിടുതൽ ചെയ്യുവാൻ ഇടവരട്ടെ. ആമേൻ.